ഈ യാത്ര കുറച്ച് പച്ചക്കറി മേടിക്കാനായി തൃശ്ശൂർക്ക് പോണതാണ്. നടത്തറ സെൻറ്റർ എത്തിയിട്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു ബ്ലോക്ക് ഞാൻ ഇപ്പം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, ഇത്ര അധികം ബ്ലോക്ക്. നടത്തറ സിഗ്നലിൻ്റെ അവിടെ മേൽപ്പാലത്തിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സമയമൊക്കെ അതിക്രമിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്നലെയുള്ള ബ്ലോക്കൊന്നല്ല. അന്ന് പോയപ്പോൾ കണ്ടത് കുറേയും കൂടെ വലിയൊരു ബ്ലോക്കായിരുന്നു. ഇത്രയും ദൂരം ഇങ്ങനെ വണ്ടികൾ കിടക്കുന്നത് കണ്ടിട്ടില്ലേ. ഞാനിത് മുഴുവൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ വണ്ടികളുണ്ട്, ഞങ്ങൾ സൈഡിൽ ചേർന്നിട്ടാണ് പോണത്. എന്നാലും മറ്റുള്ളവർക്ക് വലിയ ശല്യമുണ്ടാന്ന് വെച്ചാൽ പിന്നെ ഞാൻ വിട്ടു. അപ്പോൾ അതേനോ തൃശ്ശൂർ ശക്തനിലേക്ക് എത്തിയിട്ടുണ്ട്. പണ്ട് ഞങ്ങൾ ഇങ്ങനെ ആഴ്ചയിലേക്കുള്ള പച്ചക്കറി ഇവിടെ വന്നിട്ട് തന്നെ എടുക്കുക. ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഭാഗത്തേക്കൊക്കെ കടന്നിട്ട് നടത്തറയെന്ന് തന്നെയാണ് വാങ്ങിക്കുക. ഇവിടുന്ന് വാങ്ങിക്കുമ്പോഴേ വിലയുടെ വ്യത്യാസം നല്ലോണം അറിയാം. ആദ്യം വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇത്രയ്ക്ക് വില വ്യത്യാസം തോന്നില്ല കേട്ടോ. ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. മാർക്കറ്റിൽ വന്ന വഴി എൻ്റെ കണ്ണിലുടക്കിയത് കൂർക്കട്ടോ. അപ്പം ഞാൻ രേഷൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കൂർക്ക വന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങോര് എൻ്റെ അടുത്ത് പറയണേ, കൂർക്ക വന്നിട്ട് കുറച്ച് അവിടെ നടത്തറയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പം എന്തേ വാങ്ങിക്കാഞ്ഞേ എന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓരോ കയ്യിലൊരു ബില്ല് എഴുതി കൊടുത്ത വെച്ചാൽ ആ ബില്ലിലുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങൂ. അപ്പം ഞങ്ങൾ തന്നെ അത്യാവശ്യം വേണ്ടതൊക്കെ പറക്കി കൂട്ടാനായിട്ട് തുടങ്ങി. വിലയും ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, അങ്ങനെ ക്വാളിറ്റികളൊക്കെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റിൻ്റെ എങ്ങനെയാ പറയുക, അത് നല്ല അകത്താണ്. ഈ പുറത്ത് വിൽക്കണതുണ്ട് ഫുട്പാത്തിൽ, അവിടെ വിൽക്കണതിന് ഇച്ചിരി വില കൂടുണ്ടാ. ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേനോ ഇവിടെ ഒന്നായിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ സാധനങ്ങൾ എടുക്കണ്ടായിരുന്നത്. ഇവിടെ പച്ചക്കറി നല്ല നല്ല ഭംഗിയിലാണ് വയ്ക്കുക. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വാരി കൊണ്ടുപോകാൻ തോന്നും. അതിൻ്റെ അകത്ത്, മാർക്കറ്റിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കൂട്ടി ഇട്ടിട്ടുണ്ടാവുക. ഇതേപോലെ അടുക്കും ചിട്ടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ അടക്കി പറക്കി വെക്കുന്നതിന് വില കൂടുതലും വാരി വലിച്ച് ഇട്ടിട്ടുള്ളതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക്. പണ്ടൊക്കെ തൃശ്ശൂർക്ക് വരാമെന്ന് പറഞ്ഞാൽ നല്ല സുഖമായിട്ട് ഇങ്ങോട്ട് പോരാം. ഇപ്പോൾ ഒന്ന് തൃശ്ശൂർക്ക് എത്തണമെങ്കിൽ ഈ മിഷീൻ്റെ മുന്നിൽ പിടിച്ചിട്ടുള്ള ബ്ലോക്ക്. പണ്ടൊക്കെ സ്കൂൾ ടൈമിൽ മാത്രമായിട്ട് ഒരു തിരക്കുണ്ടാവുള്ളൂ. ഇപ്പം എല്ലാ സമയം ഒരുപോലെ തന്നെയാണ്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഇപ്പോൾ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വേഗം പണികൾ കഴിച്ച് രാവിലത്തെ ചായക്ക് ദോശയും കൊള്ളിസ്റ്റോ ആയിരുന്നു. അതും കഴിച്ച് അച്ചാറിടാനാണ് മെയിനായിട്ട് ഇന്നൊരു പണിയുള്ളത്. അപ്പം ഞാനത് പുഴുങ്ങി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തന്നെ ആവശ്യമുള്ള സാധനങ്ങളല്ലാതെ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉലുവയും 2 മണി ഇട്ടു. അപ്പം ഞാൻ ഉണ്ടാക്കണ ഒരു രീതിയിൽ അച്ചാർ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് പൊട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. എണ്ണ വിചാരിച്ച് അത്ര ചൂടായിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇടാൻ പോണത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. പച്ചമുളക് ഇട്ടില്ല, ആവശ്യത്തിലേറെ മുളക് പൊടി ഇടുന്നതല്ലേ, അത് കാരണം ഞാൻ പച്ചമുളക് ഇതിലിട്ടില്ല. അപ്പോൾ അതെല്ലാം മൂത്ത് വന്നു. മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്യും കേട്ടോ. പൊടികളിടും ഉപ്പാട് ഞാൻ ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാനുണ്ട് അപ്പുറത്ത്. ശരിക്കും വെള്ളം ഒഴിക്കണം എന്നില്ല, എന്നാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ചധികം ദിവസം ഇരിക്കണമെങ്കിൽ വെള്ളം ഒട്ടൊഴിക്കണ്ട. ഇവിടെ ചാറ് ഇഷ്ടമുള്ള കാരണം കുറച്ച് വെള്ളം ഒഴിച്ചേ പറ്റൂ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് അതും തിളച്ച വെള്ളമല്ല ഒഴിക്കുന്നത്. അപ്പോഴൊന്നും ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി ആവശ്യത്തിലേറെ ഉപ്പിട്ടു. ഇനി ഉലുവ, കായം പൊടി ഇത് മാത്രമാണ് ചേർക്കണ്ടു. അപ്പോൾ ആ പൊടികളും ഞാൻ ചേർത്തു. ഇളക്കൽ. ലാസ്റ്റ് തന്നെ ചെറുനാരങ്ങേനെടുത്ത് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് ഇളക്കുക. അപ്പോൾ ഉപ്പൊക്കെ അതിൽ നോക്കണം കേട്ടോ, കറക്റ്റാണോ എന്നുള്ളത്. പിന്നെ ഞാനേ കുറച്ച് മധുരം കൂടി ചേർക്കണ്ട. അത് ചേർക്കണത് ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ തന്നെയാണ് ചേർക്കണ്ടേ. പക്ഷെ ഞാനത് വിട്ടുപോയി. ഞാനിവിടെ ശർക്കരയാണ് കേട്ടോ ചേർക്കണത്. പഞ്ചസാര ചേർക്കണവരുണ്ട്,
എനിക്ക് കൂടുതലിഷ്ടം ശർക്കര ചേർക്കാനാണ്. അപ്പം അതും ഞാൻ ഒരച്ചന്യ എടുത്ത് ചതച്ച് അതിൽ ചേർക്കണത്. പിന്നെ ഒന്നും കൂടെ ഒന്ന് ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് അലിയാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോഴല്ല, ഇത്തിരി മുന്നായിരുന്നു ചേർക്കേണ്ടത്, അത് ഞാൻ പറഞ്ഞില്ലേ, വിട്ടുപോയി. ചെറുനാരങ്ങയും ഈത്തപ്പഴം കൂടിയിട്ട് അച്ചാറിടുണ്ട. അത് ഞാൻ ആദ്യം കഴിച്ചത് മേമ ഉണ്ടാക്കിയിട്ടായിരുന്നു, എൻ്റെ മേമ ഉണ്ടാക്കിയിട്ടായിരുന്നു. അപ്പം അത് കഴിച്ചപ്പോൾ ഇഷ്ടമായിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. ഇവിടെ രജനീഷേട്ടൻ അങ്ങനെ അധികം മധുരത്തിനോടൊരു പ്രിയമില്ല. മധുരം കൂട്ടി ഊണ് കഴിക്കാന്ന് പറയുന്നത് വലിയ ഇഷ്ടമില്ല. അത് കാരണം പിന്നീട് ഞാനത് ഉണ്ടാക്കിയില്ല. 2 തരം ഉണ്ടാക്കണം, മധുരമുള്ളതും മധുരമില്ലാത്തതായിട്ട് ഉണ്ടാക്കണം. അപ്പം പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല. ഒറ്റച്ചാറ് ചെറുനാരങ്ങ അതും അവസാനിപ്പിച്ചു. അച്ചാറ് ചൂടാറി ഞാൻ കുപ്പിയിലൊക്കെ പകർത്തി വെച്ചുട്ടാ. എൻ്റെ 1 കിലോൻ്റെ കുപ്പി 2 കിലോൻ്റെ കുപ്പി ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയി. പിന്നെയുള്ള കുപ്പികളാണ് ഇത്. അപ്പം ഇതിലൊക്കെ ആക്കി വെച്ചു. ഈ ഒരു കുപ്പി മാത്രം പ്ലാസ്റ്റിക് ആട്ടാ, ബാക്കിയെല്ലാം അതും ചില്ലു കുപ്പി തന്നെ കിട്ടി. പിന്നെ ഞാൻ പച്ചക്കറി വാങ്ങിയത് കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടാ. അധികം പച്ചക്കറികളൊന്നുമില്ല. കൂർക്ക, കാബേജ്, കോളിഫ്ലവർ, ഇഞ്ചി, പച്ചമുളക്, പിന്നെന്തായിരുന്നു ചെറുനാരങ്ങ. ഇതായിരുന്നു മെയിൻ. ചെറുനാരങ്ങയും കൂർക്കയായിരുന്നു ഹൈലൈറ്റ്. പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച, പക്ഷെ അച്ചാറ് തലയ്ക്ക് പിടിച്ചപ്പോൾ ഞാൻ അതെല്ലാം വിട്ടുപോയി. അത് കാരണമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സാധനങ്ങൾ കൂർക്കയാണെങ്കിൽ പൊട്ട കൂർക്കയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ കുറേ കഷ്ടപ്പെട്ടു അതിൻ്റെ തൊലി കളയാനായിട്ട്. തൊലി കളയലും മാത്രമല്ല, അതിൻ്റെ അകത്ത് ഇങ്ങനെ നൂറൊന്നുമില്ല, ഇങ്ങനെ വെള്ളം കയറിയിട്ടൊക്കെ പൊട്ടയായിരുന്നു. അപ്പം അത്രയ്ക്കൊക്കെയുള്ള വിശേഷം. ബൈ.